പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നലെ നമ്മോട് വിട്ടുപിരിഞ്ഞ മുൻ മന്ത്രി, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഒക്കെ ആയിരുന്ന പ്രിയങ്കരനായ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ നിര്യാണത്തിൽ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച്, അദ്ദേഹം നടത്തിയ വികസന വിപ്ലവങ്ങളെക്കുറിച്ചും ഇന്നത്തെ ചന്ദ്രികയിൽ, ഇന്ന് 2026 ജനുവരി 7 ബുധനാഴ്ച വന്ന ചന്ദ്രികയിൽ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച് ഇന്ന് കുറേ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ റിപ്പോർട്ടിങ്ങിലുണ്ട്. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ നമ്മോട് വിട്ടുപിരിഞ്ഞ പ്രിയ നേതാവിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ ബഹുമതികളോടെയാണ് അദ്ദേഹത്തെ ഖബറടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചാനൽ വാർത്തകളിലും മറ്റുമൊക്കെ കാണുകയാണ്. പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. വികസനകാലം സാക്ഷി എന്ന തലക്കെട്ടിൽ സുധീഷ് കുമാർ കൊച്ചി എഴുതിയിട്ടുള്ള ലേഖനമാണ് ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത്. റെക്കോർഡ് തിരുത്തിയ 245 പാലങ്ങൾ എന്ന തലക്കെട്ടിൽ നമുക്ക് ആ റിപ്പോർട്ടിലേക്കൊന്ന് കിടക്കാം. കേരളത്തിലെ വികസനത്തിൻ്റെ കാറ്റ് വീശിയ കാലമായിരുന്നു 2011-2016 ഉമ്മൻചാണ്ടി മന്ത്രിസഭാ കാലം. VK ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ നടത്തിയത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പദ്ധതികളുടെ പരമ്പര ആയിരുന്നു. മികച്ച റോഡുകളും പാലങ്ങളും ബൈപ്പാസുകളും അടക്കം പൊതുമരാമത്ത് വകുപ്പ് വികസനങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു. മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ തണലിലാണ് കേരളം ബഹുദൂരം മുന്നോട്ട് പോയതെന്ന് ഉറപ്പിച്ചു പറയാം. പൊതുമരാമത്ത് വകുപ്പിൽ അത്യാധുനിക ടെക്നോളജി നടപ്പാക്കിയതും ഈ കാലത്താണ്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ VK ഇബ്രാഹിം കുഞ്ഞ് അടിമുടി ഉടച്ചു വാർത്തു. 4 പതിറ്റാണ്ട് പഴക്കമുള്ള PWD മാനുവൽ പരിഷ്കരിച്ചാണ് കാലഹരണപ്പെട്ട പദ്ധതി പരിഷ്കരണത്തിന് തുടക്കമിട്ടത്. മാനുവൽ പുതുക്കിയതോടെ ഓരോ പദ്ധതികളും മെച്ചപ്പെടുത്താനായി. കുത്തഴിഞ്ഞു കിടന്ന വകുപ്പിനെ ഉണർത്തിയെടുത്തു. സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണമേന്മ പരിശോധിക്കാൻ പദ്ധതികൾ ആരംഭിച്ചതും ഈ സമയത്താണ്. ഇതിനായി എല്ലാ ജില്ലകളിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് ക്വാളിറ്റി ലാബുകൾ സ്ഥാപിച്ചു. വകുപ്പിൻ്റെ കീഴിലുള്ള ഓരോ പ്രവൃത്തികളും മെച്ചപ്പെട്ടതാക്കാൻ കരാറുകൾക്കായി ടെൻഡറും പേയ്മെൻറ്റും നടപ്പിലാക്കി. ഇതോടെ പദ്ധതികളും പ്രവൃത്തികളും അവയുടെ തുക ചിലവാക്കലും എല്ലാം സുതാര്യമാക്കി. ചരിത്രത്തിൽ ആദ്യമായി 400 ദിവസം കൊണ്ട് 100 പാലങ്ങൾ നിർമ്മിക്കാനുള്ള വെല്ലുവിളി VK ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സുപ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ് ഈ 100 പാലങ്ങൾ. ഓരോ പാലങ്ങളും നിശ്ചയിച്ച സമയത്തിന് മുൻപേ പൂർത്തിയാക്കാനും കഴിഞ്ഞു. LDF സർക്കാരിൻ്റെ കാലത്ത് കുത്തഴിഞ്ഞു കിടന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വൻ നഷ്ടങ്ങളാണ് കേരളത്തിന് വരുത്തിവെച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വേൾഡ് ബാങ്ക് സഹായം നിലച്ചു എന്നത്. എന്നാൽ VK മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത മാസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ട വേൾഡ് ബാങ്ക് സഹായം കേരളത്തിന് വീണ്ടും ലഭ്യമാക്കി. വേൾഡ് ബാങ്ക് സഹായത്തോടെയുള്ള 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതും നേട്ടം തന്നെയാണ്. സംസ്ഥാനത്തെ പാലങ്ങൾക്കും റോഡുകൾക്കും ഗ്യാരണ്ടി നടപ്പാക്കി എന്നതാണ് മറ്റൊരു നേട്ടം. ഓരോ പ്രവൃത്തികളും പൂർത്തിയാകുമ്പോൾ 3 വർഷത്തെ പെർഫോമൻസ് ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്ന പദ്ധതി നടപ്പിലാക്കി. പദ്ധതിക്കായി എഗ്രിമെൻ്റ് വെക്കുമ്പോൾ തന്നെ ഈ വ്യവസ്ഥകൾ അംഗീകരിച്ച് മാത്രമേ എഗ്രിമെൻ്റ് എക്സിക്യൂട്ടീവ് ചെയ്യാൻ സാധിക്കൂ എന്നതിലേക്കെത്തി കാര്യങ്ങൾ. ഇതോടെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ
പൊതുമരാമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനകീയമായി. റോഡുകളുടെ നിർമ്മാണത്തിന് പുത്തൻ ടെക്നോളജി നടപ്പാക്കണമെന്നതായിരുന്നു പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന ആവശ്യം. ഇതും നടപ്പാക്കി. സംസ്ഥാനത്തെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സ്പീഡ് കേരള പദ്ധതി മുന്നോട്ട് വെച്ചതും വികെയാണ്. പദ്ധതിയുടെ ഭാഗമായി അടിയന്തര പ്രാധാന്യം അറിയിക്കുന്ന സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറുകൾ, റിംഗ് റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയവ നിർമ്മിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇന്ന് കാണുന്ന പ്രധാന റിംഗ് റോഡുകളും ബൈപ്പാസുകളും ഈ പദ്ധതിയിലൂടെ ആരംഭിച്ചതാണ്. ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ 300 ഇരട്ടി വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞത് വികെ എന്ന പൊതുപ്രവർത്തകൻ്റെ ദീർഘവീക്ഷണമാണ്. പൊതുമരാമത്ത് റോഡുകൾ മാത്രമല്ല, കോർപ്പറേഷനുകൾക്ക് കീഴിലുള്ള ശോചനീയാവസ്ഥയിലായിരുന്ന റോഡുകളും ആയിരക്കണക്കിന് ഗ്രാമീണ റോഡുകളും മികച്ച രീതിയിലാക്കാൻ കഴിഞ്ഞു. ഒപ്പം പുതുതായി അനുമതി നൽകിയ റോഡുകളും പാലങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി. കോർപ്പറേഷൻ റോഡുകളും ആയിരക്കണക്കിന് ഗ്രാമീണ റോഡുകളും അടക്കം 7600 കിലോമീറ്റർ റോഡുകളാണ് വികെ മന്ത്രിയായിരിക്കെ ഗതാഗത യോഗ്യമാക്കിയത്. 1500 കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങളും ഈ സമയത്ത് നടന്നു. ഇതിനെല്ലാം പുറമെ 4000 കിലോമീറ്റർ റോഡിൻ്റെ ഉപരിതലം പുതുക്കൽ ഉൾപ്പെടെ 10700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടപ്പിലാക്കി. കാലാകാലങ്ങളായി തുടർന്നു വരുന്ന നിർമ്മാണ പ്രവർത്തികളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കാഴ്ചപ്പാടോടെ പുതുസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞു. കോൺക്രീറ്റ് റോഡ്, പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡുകൾക്ക് മിനിമം ഗ്യാരണ്ടി, ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തൽ, ആധുനിക കുഴിയടക്കൽ രീതി, ടയറിങ്ങും പേയ്മെൻറ്റും, ഗ്രീൻ ബിൽഡിംഗ് പോളിസി, പൊതുമരാമത്ത് മാനുവലിൻ്റെയും കോഡിൻ്റെയും പരിഷ്കരണം, പ്രീ ഫാബ് ടെക്നോളജി, പൈതൃക കെട്ടിട സംരക്ഷണം, മാതൃകാ സുരക്ഷാ റോഡ്, അമ്യൂണിറ്റി സെൻറ്ററും ആധുനിക ബസ് ഷെൽട്ടറും, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം, സംസ്ഥാന റോഡ് വികസന പദ്ധതി, തീർത്ഥാടക കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളുടെ വികസനം തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ നടന്നു. ആസൂത്രണ വകുപ്പ് നടത്തിയ അവലോകനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് മുന്നിലെത്തിയതും ഈ പദ്ധതി നേട്ടത്തോടെയാണ്. വികെ മന്ത്രിയായിരിക്കുമ്പോൾ പബ്ലിക് വർക്കിൻ്റെ പദ്ധതി ചെലവ് വിഹിതത്തേക്കാൾ 300% നാടിൻ്റെ വികസനത്തിന് പൊതുമരാമത്ത് വകുപ്പ് എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് എന്നതിനുള്ള തെളിവ് കൂടിയാണ് പദ്ധതി ചെലവിൻ്റെ ഈ ഉയർച്ച. റെക്കോർഡ് തിരുത്തിയ 245 പാലങ്ങൾ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. കൊച്ചി കേരള ചരിത്രത്തിൽ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും വികസനത്തിനായി ഏറ്റവും കൂടുതൽ പാലങ്ങൾ നിർമ്മിച്ച റെക്കോർഡ് വികെ ഇബ്രാഹിം കുഞ്ഞിന് സ്വന്തം. 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ പൊൻതൂവലാണ് 245 പാലങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വർഷങ്ങളോളമായി മുടങ്ങിക്കിടന്നിരുന്ന പാലങ്ങൾ പൂർത്തീകരിക്കാനും പുതിയവ നിർമ്മിക്കാനോ ഉദ്ദേശിച്ച് കമ്മീഷൻ ചെയ്യാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് പദ്ധതി നടപ്പാക്കിയത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൃത്യമായ ഇടവേളകളിൽ മന്ത്രിയായിരുന്ന വികെ ഇബ്രാഹിം കുഞ്ഞ് പദ്ധതികൾ വിലയിരുത്തി. പാലങ്ങളുടെ പൂർത്തീകരണം സംബന്ധിച്ച് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം മേഖലകളിൽ എല്ലാ മാസവും വകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയിൽ അവലോകനം നടത്തി. എല്ലാ ആഴ്ചയിലും ചീഫ് എഞ്ചിനീയറുടെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെയും അവലോകന റിപ്പോർട്ടുകളും തയ്യാറാക്കി. സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കൽ, മറ്റു വകുപ്പുമായുള്ള കോർഡിനേഷൻ, കരാറുകളുമായുള്ള പ്രശ്നങ്ങൾ, മറ്റ് സാങ്കേതിക കാര്യങ്ങൾ എന്നിവയാണ് വകുപ്പ് സെക്രട്ടറി തലങ്ങളിൽ ഓരോ മാസവും വിലയിരുത്തിയത്. സർക്കാർ തലത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് ചെയ്തു. 100 പാലങ്ങൾ 400 ദിവസം കൊണ്ട് കമ്മീഷൻ ചെയ്യാനുള്ള പദ്ധതിയുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി.
ഇതിനായി പൊതുമരാമത്ത് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് അധ്യക്ഷനായുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. പൊതുമരാമത്ത്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം 89, ദേശീയപാത വിഭാഗം 8, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം 6, കേരള റോഡ് ഫണ്ട് ബോർഡ് 2, KSTB 10 പാലങ്ങളാണ് നിർമ്മിച്ചത്. ഏലൂർ, മേത്താനം, മലയാറ്റൂർ, കൊടനാട്, ചെമ്പുകാവ്, മാറ്റാത്താങ്കടവ്, നെട്ടൂര്, കണ്ണൂർ, പൂക്കോട്ടംകടവ്, ഏലൂക്കര, ഉളിയന്നൂര്, കഴിപ്പതളി, അച്ചമ്പള്ളി, കറുല, വാടയിൽ തോട്, വെള്ളിയത്താംപറമ്പ് പഞ്ചായത്തിൽ തോട്, അണിയൻ തോട്, പഴങ്ങാട്, തടിക്കടവ്, കോരങ്കടവ്, ചട്ടമറ്റം, ഊരക്കുഴി, കരിമ്പൻ പാലം, പെരുമ്പൽകുണ്ട്, ആനക്കുളം, കല്ലാർകുട്ടി, മൂന്നാർ ടൗൺ പാലം, മരിക്കാപ്പാലം, സുമതിക്കട, മൂടിക്കൽ, അരയടപാലം, മൊയോട്ടക്കടവ്, മുക്കംകടവ്, കപ്പഞ്ചാല്, മേലെ കുരുടൻകടവ്, തുഷാരഗിരി, കോതി, കൊയിലേരി, ചെക്കാടിപ്പാലം, കോട്ടൂര്, വെള്ളമുണ്ട, കാക്കക്കടവ്, കുറ്റിയേരിക്കടവ്, പുല്ലൂച്ചിക്കടവ്, മഞ്ചേരി കോട്ടക്കലിൽ പട്ടുവം, ചേക്കിക്കടവ്, ചീർപ്പൂങ്കൽ, തയ്യൽക്കടവ്, ചോണിയോട്, വള്ളിപ്പാളം, ആലുങ്കൽ, ചീറപ്പളം, ഉമ്മിണിക്കടവ്, വാടപുരം, പളനി, വട്ടിപ്പാറ, കരിയാട്ടുകടവ്, മമ്പുറം, തളിയങ്കം, മൈത്രക്കടവ്, മാതപ്പുഴ, കൊല്ലട, ഹനിബാഗലു, അനാടി, ചാലക്കര, കല്ലാർ, പടങ്കോട്, അരമംഗലം, ചാലിയൻകോട്, ചിത്താരി, എരഞ്ഞോലി, മെഴുവമ്പായി, കേരട്ടർ, കളറോഡ്, ഉള്ളിയില്, പുത്തൻ വീട്ടിൽപ്പടി, പന്നിക്കുഴിത്തോട്, പുതുവേപ്പിലിപ്പടി, കുമാരനല്ലൂർ, ആളൂർ, മാള, ഡിവൈൻ നഗർ, കുഞ്ഞിപ്പള്ളി, അങ്ങാടിപ്പുറം, മഹിളാലയം, തുരുത്ത്, പാലാരിവട്ടം, ആല, ഗോതുരുത്തി, നൂറടി, തകരപ്പറമ്പ്, 21 ഇടപ്പള്ളി മേൽപ്പാലം, മുളയം, കുമങ്കടവ്, കിള്ളി, വെള്ളനാട്, മുന്നാറ്റുമുക്ക്, കൂരിക്കുഴി, കഞ്ചിറ, ചൂരൻ കനാൽ, പാമ്പുപയച്ചി കുഴി, മുന്നാട്ടുമുക്ക്, ഇറയിൽക്കടവ്, ചെമ്പിലാവ്, അരുവിത്തുറ, കാഞ്ഞിരം, സിമന്റ് കവല, ഗ്രാമീൺ ചിറ, പാറച്ചിൽ, വട്ടമൂട്, തറച്ചേൽ കടവ്, കാവ നാൽക്കടവ്, ഓട്ടോഫീസ് കടവ്, പേരൂൽച്ചാൽ, പെങ്ങോട്ട് കടവ്, തൈക്കോട്ടുശ്ശേരി തുടങ്ങിയ ഒട്ടേറെ പാലങ്ങളാണ് 400 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരുതലും പൊതുജീവനും എന്ന തലക്കെട്ടിൽ കൊച്ചി മാലിന്യ ഭീഷണിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള വ്യവസായ മേഖല ഭീഷണിയെ നേരിട്ടപ്പോൾ പൊതുജീവനേകിയത് VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ദീർഘവീക്ഷണം. VK കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയെ തുടർന്ന് 2005 വ്യവസായ വകുപ്പ് മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്
PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതും ഈ സമയത്താണ്. ഒപ്പം നൂതന പദ്ധതികൾക്കും തുടക്കമിട്ടു. ഈ സമയത്ത് രാജ്യം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളിയായിരുന്നു വ്യവസായ മാലിന്യ പ്രശ്നം. ഈ വിഷയത്തെ അതിജീവിക്കാൻ വ്യവസായ രംഗത്തെയും മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെയും വിദഗ്ധരുടെ സഹായത്തോടെ ഒരു പദ്ധതി നിർമ്മിച്ചത് VK ഇബ്രാഹിം കുഞ്ഞ് വ്യവസായ മന്ത്രിയായിരിക്കവെയാണ്. ഈ പദ്ധതി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗീകരിക്കുകയും ഇതോടെ കേരളത്തിലെ വ്യവസായ മേഖലയ്ക്ക് ലഭിച്ചത് പുതുജീവനാണ്. പൂട്ടിപ്പോവേണ്ട പല വ്യവസായശാലകളും ഇന്നും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കളമശ്ശേരിയിലെ ന്യൂ വാൽസിന് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്ന 10 ഏക്കർ സ്ഥലം കിംഫ്രയിൽ നിന്നും സൗജന്യമായി അനുവദിച്ച് നൽകിയത് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അടുത്തത് ശബരിമലയിൽ റോഡ് വികസനത്തിൻ്റെ ഇബ്രാഹിം കുഞ്ഞ് കാലം എന്ന തലക്കെട്ടിൽ. കൊച്ചി ശബരിമലയിലേക്ക് PWD റോഡ് നിർമ്മിച്ചത് മുസ്ലിം ലീഗ് മന്ത്രിയായിരുന്ന PKK ബാവ എങ്കിൽ അത്യാധുനിക സൗകര്യത്തോടു കൂടി റോഡുകൾ ഉൾപ്പെടെയുള്ള വികസനത്തിനു തിരികൊളുത്തിയത് മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു. തീർത്ഥാടകർ വലഞ്ഞ എരുമേലി കണമലയിൽ പാലം നിർമ്മിച്ചു ശബരിമല തീർത്ഥാടനം സുഖകരമാക്കിയത് അദ്ദേഹം മന്ത്രിയായിരിക്കവെയാണ്. എല്ലാ പതിവുകളും തെറ്റിച്ച് മണ്ഡലകാലത്തിനു മുമ്പായി ശബരിമല റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ 2011-16 കാലത്തെ VK ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരിക്കവേ കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേട്ടങ്ങളുടെ പാതയിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഈ പദ്ധതികൾ. ദേവസ്വം ബോർഡിൻ്റെയും ഹൈക്കോടതിയുടെയും അഭിനന്ദനം ഈ പദ്ധതികൾ വഴി നേടിയെടുക്കാനും കഴിഞ്ഞു. ശബരിമല ഉത്സവങ്ങളോടനുബന്ധിച്ച് 518 കോടി രൂപ ചെലവാക്കിയാണ് അക്കാലത്ത് റോഡുകൾ നവീകരിച്ചത്. എല്ലാ വർഷവും ക്ഷേത്രത്തിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഗതാഗതം സുഗമമാക്കാനായി ശബരിമലയിലേക്ക് നയിക്കുന്ന പ്രധാന റോഡുകൾ 5 വർഷ ഗ്യാരണ്ടിയോടെ ഹെവി മെയിൻ്റനൻസ് പദ്ധതി പ്രകാരം 59.46 കോടി രൂപ ചെലവിൽ 75.2 കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കി. കൂടാതെ 76 കോടി രൂപ ചെലവിൽ 3 വർഷം ഗ്യാരണ്ടിയോടെ 124 കിലോമീറ്റർ റോഡുകൾ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തിയും പുനരുദ്ധരിക്കാൻ സാധിച്ചു. ഈ റോഡുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയതോടെ ശബരിമലക്ക് കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന കോടിക്കണക്കിന് തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി പിൻഗിരിങ് സെൻ്ററുകളും തുറന്നു. അയ്യപ്പന്മാരുടെ താമസ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണാനും കഴിഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട റോഡുകളുടെ വികസനത്തിൽ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാനായതും ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേട്ടങ്ങളിലെ മറ്റൊരു പൊൻതൂവലാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഹെവി മെയിൻ്റനൻസ് നടപ്പിലാക്കിയത് ശബരിമലയിലാണ്. 59.46 കോടി രൂപ ചെലവിൽ 5 റോഡുകൾ 5 വർഷ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ചു. 124 കിലോമീറ്റർ ദൂരത്തിൽ 76 കോടി രൂപ ചെലവഴിച്ച് 3 വർഷ ഗ്യാരണ്ടിയിൽ പുതുതായി 11 റോഡുകൾ പൂർത്തിയാക്കി. കോഴിക്കോട് ബൈപ്പാസിനെ രാജ്യത്തെ ആദ്യ ദേശീയ പാതയാക്കിയ ദീർഘവീക്ഷണം എന്ന തലക്കെട്ടിൽ വന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡ് വികസനത്തിൽ ചരിത്രങ്ങൾ എഴുതാൻ VK ഇബ്രാഹിം കുഞ്ഞിനായി. ഇതിൽ സുപ്രധാനമാണ് കോഴിക്കോട് ബൈപ്പാസ്. സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ചെലവ് വഹിച്ച് നിർമ്മിച്ച രാജ്യത്തെ ആദ്യ ദേശീയ പാതയാണ് കോഴിക്കോട് ബൈപ്പാസ്. 2011 UDF സർക്കാരിൻ്റെ സ്പീഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് ബൈപ്പാസിനായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. VKയുടെ ദീർഘവീക്ഷണങ്ങൾ ഈ പദ്ധതിയിൽ ഉടനീളം കാണാനായി. ദേശീയപാത 17 വെങ്ങളം മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള 28.12 കിലോമീറ്ററാണ് ബൈപ്പാസ്. ഇതിൽ പൂളാടിക്കുന്ന് മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള 23 കിലോമീറ്റർ 2 വരി പാതയായി നിർമ്മിച്ചിരുന്നു.
മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഗതാഗതക്കുരുക്കിനും കണ്ണൂർ ജില്ലകളിലെ ഗതാഗതക്കുരുക്കിനും കോഴിക്കോട് നഗരിലെ യാത്രാക്ലേശത്തിനും പരിഹാരം കാണാനും ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞു. ദേശീയപാത വികസന പദ്ധതി സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളാൽ നീളുന്നതിനാൽ സംസ്ഥാനത്തിലെ വളരെ അത്യാവശ്യമായ ബൈപ്പാസ് എന്ന നിലയിലാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചത്. ഇതിന് മുൻകൈ എടുത്തതും VK ഇബ്രാഹിം കുഞ്ഞാണ്. വെങ്ങളത്തു നിന്നാരംഭിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലൂടെയും ചേമഞ്ചേരി, തലക്കളത്തൂർ, ഒളവണ്ണ, വാഴയൂർ, രാമനാട്ടുകര പഞ്ചായത്തുകളിൽ കൂടിയും കടന്നു പോകുന്നതാണ് ഈ ബൈപ്പാസ്. ദേശീയപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 വരിപ്പാതയായി വികസിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും സ്ഥലമേറ്റെടുക്കൽ വൈകുന്നതിനാൽ ശേഷിക്കുന്ന 5.1 കിലോമീറ്റർ 153 കോടി രൂപ ചെലവിൽ 2 വരിപ്പാതയായി സംസ്ഥാന സർക്കാർ തന്നെ നിർമ്മിക്കുന്നതിന് 12 തയ്യാറായി. ഈ നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതം ലഭിക്കുകയുമായിരുന്നു. ഈ പാതയുടെ അലൈൻമെൻറ്റിൽ അധികം വളവുകളും കയറ്റിറക്കങ്ങളും ഇല്ല എങ്കിലും ഇതിൽ 2 നദികൾക്ക് കുറുകെ 2 പാലങ്ങൾ ആവശ്യമായി വന്നു. കോരപ്പുഴ പാലവും പുറക്കാട്ടേരി പാലവും. ഒട്ടേറെ ശാസ്ത്രീയ മാർഗങ്ങളും ഈ ബൈപ്പാസ് നിർമ്മിക്കാൻ ഉപയോഗിച്ചു. ഈ റോഡിൻ്റെ ഭൂരിഭാഗവും നെൽവയലിൽ കൂടിയായിരുന്നു. അതിനാൽ ക്രോസ് ഡ്രൈനേജ് പണികൾക്കും ചെലവ് കൂടുതലായി വരും. കൂടാതെ എംബാങ്ക്മെൻറ്റിൽ കൂടി വേണം റോഡ് നിർമ്മിച്ചെടുക്കാനും. ഇതിനായി നേടിയ പഠനങ്ങളിൽ ജിയോ ടെക്സ്റ്റൈൽ പൊതിഞ്ഞ പ്രീഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ ഉപയോഗിച്ച് മണ്ണ് ബലപ്പെടുത്തി. ജനങ്ങളുടെ സൗകര്യാർത്ഥം പാലങ്ങൾ ഒഴികെയുള്ള ഭാഗത്ത് സർവീസ് റോഡും മൈനർ റോഡുകളെ ബന്ധിപ്പിച്ചും കൊണ്ട് 2 നടപ്പാതയും നിർമ്മിച്ചു. പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ അദ്ദേഹം നടത്തിയ വികസന വിപ്ലവങ്ങളെ ഉദ്ധരിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. കുറച്ച് നേതാക്കളുടെ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുത്ത കുറച്ച് നേതാക്കളെക്കുറിച്ച് സൗമ്യഭാവത്തിൻ്റെ പ്രതീകം എന്നായിരുന്നു ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ചന്ദ്രികയിൽ കുറിച്ചത്. ജനഹൃദയത്തോട് ചേർന്നു നിന്ന നേതാവ് എന്ന് ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ്. കളവിൻ്റെ കണക പോലും മില്ലെന്ന് അറിഞ്ഞിട്ടും ആക്രമിക്കപ്പെട്ടു. ഇബ്രാഹിം കുഞ്ഞിനെ വേദനിപ്പിച്ച പാലാരിവട്ടം എന്ന തലക്കെട്ടിൽ വന്ന റിപ്പോർട്ട്. സൗമ്യലാളിത്യത്തിൽ പൊതിഞ്ഞ ചടുലത ബഹുമാനനായ ഡോക്ടർ MK മുനീർ സാഹിബ് MLA ചന്ദ്രികയുടെ താങ്ങും തണലുമെന്ന് ഉമ്മർ പാണ്ടികശാല. ഒരുപാട് നേതാക്കൾ അദ്ദേഹത്തെ അനുശോചിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നേതാക്കൾ അനുശോചിച്ചിട്ടുണ്ട്. ഞാൻ ആ റിപ്പോർട്ടുകളൊന്നും വായിക്കുന്നില്ല. പാവപ്പെട്ടവർക്കായി പ്രവർത്തിച്ച നേതാവ് എന്നാണ് PV അബ്ദുൽ വഹാബ് സാഹിബ് പറഞ്ഞത്. സമദാനി സാഹിബ്, KP മജീദ് സാഹിബ്, പാണക്കാട് സെയ്ദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, PKK ബാവ സാഹിബ്, MC മായിനാജി, CT അഹമ്മദ് അലി സാഹിബ്, TV ഇബ്രാഹിം MLA, K സൈനുൽ ആബിദീൻ, TP അഷ്റഫ് അലി, STUവിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള സാഹിബും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് സാഹിബും അനുശോചിച്ചു. ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ എല്ലാം പൂർണ്ണ സമയം കർമ്മനിരതനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്ന് പ്രിയങ്കരനായ റഹ്മത്തുള്ള സാഹിബ് ഈ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. AK ആന്റണി, KC വേണുഗോപാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തിപരമായി അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്ന
സൗമ്യനായ രാഷ്ട്രീയ നേതാവായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് എന്ന് കാന്തപുരം MP അബൂക്കർ മുസ്ലിയാർ. സ്പീക്കർ AA ശംസീർ, മന്ത്രി P രാജീവ്, KPC മുൻ പ്രസിഡന്റ് MM ഹസൻ, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G സുധാകരൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PMA കരീം, ഹൈബി ഈഡൻ MP, PJ ജോസഫ്, KMCC നേതാക്കളായ ഡോക്ടർ പുത്തൂർ റഹ്മാൻ, VK അൻവർ നഹ, ഇബ്രാഹിം മുറിച്ചാണ്ടി, മനോജ് ശങ്കരനല്ലൂർ തുടങ്ങിയവർ അനുശോചിച്ചു. പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച് ഏതാണ്ട് നമുക്കറിയേണ്ടതെല്ലാം ഇതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഇതിൽ കൂടുതൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം നടത്തിയ വികസന വിപ്ലവങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കിയ പുതിയ പദ്ധതികൾ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതാണ്ട് ഒരു പൂർണ്ണരൂപം ഇന്നത്തെ റിപ്പോർട്ടിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓരോ മനുഷ്യരും, ഓരോ നേതാക്കളും, ഓരോരുത്തരും നമുക്ക് ഓരോ ചരിത്ര പുസ്തകങ്ങളായി മാറാറുണ്ട്. ഈയൊരു നേതാവ് പ്രിയപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബും ഒരു ചരിത്ര പുസ്തകം തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് തെളിയിച്ച വ്യക്തിത്വം, ഒരുപാട് പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് വികസന വിപ്ലവം രചിച്ച് ഇന്ന് വരെയും ആർക്കും മറികടക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന വിപ്ലവങ്ങൾ. 400 ദിവസം കൊണ്ട് 100 പാലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് വെറും വാക്കുകളിൽ മാത്രമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായി തന്നെ റെക്കോർഡ് തിരുത്തിയ 245 പാലങ്ങൾ എന്ന തലക്കെട്ടിലൊക്കെയാണ് ഇന്നത്തെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഓരോ നേതാക്കളും അവരേറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയാക്കി നിറവേറ്റുക എന്നത് അവരുടെ നിസ്സീമമായ പ്രവർത്തനമാണ്. അത് ഭംഗിയായി അദ്ദേഹം 100% പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിര്യാണത്തിന് ശേഷം ഈ റിപ്പോർട്ടുമായൊക്കെ ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കറകളഞ്ഞ ജനോപകാരപരമായി സാധാരണക്കാരനായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തും നിറഞ്ഞ വ്യക്തിത്വമായി മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കൾക്കൊക്കെ സുസമ്മതനായി, എല്ലാവർക്കും സമ്മതനായി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പാണക്കാട് കുടുംബവുമായി ഏറ്റവും ഇഴുകിച്ചേർന്ന ബന്ധമുള്ള, പാണക്കാടുമായി ഏത് സമയത്തും ഇടപഴകുന്ന, ഇടയ്ക്ക് പാണക്കാട് സന്ദർശിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു സുപ്രധാന എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കരുത്തേകിയ, മുസ്ലിം ലീഗ് പാർട്ടിക്ക് എറണാകുളം ജില്ലയിൽ വേരൂന്നിയ, അതിന് നേതൃത്വം നൽകിയ നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ട നേതാവിനെക്കുറിച്ച് നമുക്കറിയുന്നതും ഇനി കേൾക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃത്യമായും തൻ്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം പൊതുജനങ്ങൾക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി നീക്കിവെച്ച ഇതുപോലുള്ള നേതാക്കൾ നമ്മൾക്ക് മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇവരൊക്കെ തന്നെയാണ് നമുക്ക് ചരിത്ര പുസ്തകങ്ങളാകുന്നത്. വരാൻ പോകുന്ന തലമുറക്ക് ഇതൊക്കെ അറിയാനും അത് കേൾക്കാനുമാണ് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തി ഇതുപോലുള്ള യൂട്യൂബുകളിലും മറ്റുമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. കാരണം ഭാവി തലമുറക്കൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ, ഓരോ നേതാക്കളെക്കുറിച്ചും അവർ നടത്തിയ വികസന വിപ്ലവങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാൻ കഴിയാനും സോഷ്യൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ ഒരു പുതിയ തലമുറ, അവർക്ക് യൂട്യൂബ് പോലുള്ള കാര്യങ്ങളിൽ അവർ ചികഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള അവർക്ക് അറിയാൻ ആവശ്യമുള്ള, അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട, അവർ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതിന്ന് പഠിക്കാനുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് സോഷ്യൽ മാധ്യമം ഉപയോഗപ്പെടുത്താനാണ് എന്നെപ്പോലുള്ള സാധാരണ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനും ഒരു സാധാരണ പ്രവർത്തകനുമായ എന്നെപ്പോലുള്ള സാധാരണക്കാരൻ ചെയ്യുന്നത്. ഭാവി തലമുറക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാനും ചെയ്തു വെക്കാനും കഴിയുക എന്നതാണ് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് 3 പതിറ്റാണ്ടോളമായി ഈ സംഘടനാ സംവിധാനത്തിലും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് വരും തലമുറക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള ചരിത്രങ്ങൾ
ചരിത്ര സത്യങ്ങൾ ഓരോ നേതാക്കളും തുടങ്ങിവെച്ച, അവർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന, നമ്മുടെ ഈ കേരളത്തിൻ്റെ വികസനത്തിന് ദാന്തി കുറിച്ച ഒരുപാട് വികസന വിപ്ലവങ്ങൾ രചിച്ച ഒരുപാട് നേതാക്കൾ നമ്മൾക്കിടയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൃത്യമായും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്നതും ആവുവോളം മാക്സിമം ഞാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തോടെ പ്രതിബദ്ധത പുലർത്താനും ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും എന്നാൽ കഴിയുന്ന വിധത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും. നിങ്ങൾക്ക് എന്നിൽ നിന്നും അത് പ്രതീക്ഷിക്കാം. മറ്റൊന്നും കാംക്ഷിച്ചുകൊണ്ടല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഭാവി തലമുറക്ക് നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് വലിയ ഭാഗ്യം എന്നാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർ കണക്കാക്കുന്നത്. ഏതായാലും എൻ്റെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. പ്രിയപ്പെട്ട നേതാവിനെക്കുറിച്ച് ഇത്രയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഭാവി തലമുറക്ക് പഠിക്കാനുമുള്ള വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. പ്രിയങ്കരനായ നേതാവ് നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു. ഇന്നലെ നമ്മോട് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. അദ്ദേഹത്തോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.